നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഏവരെയും സുബ്രഹ്മണ്യ സ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്തിനായി നമ്മൾ അനുഷ്ഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്രതമാണല്ലോ ഷഷ്ഠിവ്രതം. സന്താനലബ്ധിക്കും മക്കളുടെ അഭിവൃദ്ധിക്കും കുടുംബത്തിലെ ഐശ്വര്യത്തിനും മാറാത്ത രോഗങ്ങൾ മാറുന്നതിനുമെല്ലാം ഷഷ്ഠിവ്രതം ഉത്തമമാണ് എന്നാണ് വിശ്വാസം. എന്നാൽ ഈ വ്രതം എങ്ങനെയാണ് കൃത്യമായി അനുഷ്ഠിക്കേണ്ടത്? ഇതിൻ്റെ നിയമങ്ങളും ഗുണങ്ങളും എന്തൊക്കെയാണ്? ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത് ഇതേക്കുറിച്ചാണ്. വീഡിയോ മുഴുവനായി കാണുക. ചാനൽ ആദ്യമായി കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഷഷ്ഠിവ്രതത്തിന് ഇത്രയധികം പ്രാധാന്യം? പുരാണങ്ങളനുസരിച്ച് ശൂരപത്മൻ എന്ന അസുരനെ നിഗ്രഹിക്കാൻ സുബ്രഹ്മണ്യ സ്വാമി യുദ്ധം ചെയ്ത ദിവസങ്ങളാണ് ഇവ എന്നാണ് പറയുന്നത്. ഷഷ്ഠി നോറ്റാൽ ഭവനത്തിൽ ഐശ്വര്യം വരും എന്നൊരു ചൊല്ലുണ്ട്. ജാതകത്തിൽ ചൊവ്വാദോഷമുള്ളവർക്കും രാഹുകേതു ദോഷങ്ങൾ ഉള്ളവർക്കും ഈ വ്രതം ഒരു വലിയ പരിഹാരമാണ്. പ്രത്യേകിച്ച് കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾ ഭക്തിയോടെ ഷഷ്ഠിവ്രതം നോറ്റാൽ ഉണ്ണിക്കണ്ണനെ പോലെ ഒരു കുഞ്ഞ് ജനിക്കുമെന്നാണ് വിശ്വാസം. ഇനി വ്രതം എങ്ങനെയാണ് നോക്കേണ്ടത് എന്ന് നോക്കാം. വ്രതത്തിൻ്റെ തലേ ദിവസം, അതായത് പഞ്ചമി നാളിൽ ഒരിക്കലൂണ് ആയിരിക്കണം. ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുക, അതായത് ഉച്ചയ്ക്കാണ്. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയാകുക. സൂര്യോദയത്തിന് മുമ്പ് കുളിക്കുകയാണെങ്കിൽ അത്യുത്തമം. നിലവിളക്ക് കൊളുത്തി സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക. നിലവിളക്ക് കൊളുത്തുമ്പോൾ വടക്കോട്ടോ കിഴക്കോട്ടോ നിന്ന് വേണം തെളിയിക്കാൻ. ഓം ശരവണ ഭവ എന്ന മന്ത്രം ഈ ദിവസം പരമാവധി ഉരുവിടാൻ ശ്രമിക്കുക. പൂർണ്ണ ഉപവാസമോ അല്ലെങ്കിൽ ഒരു നേരം മാത്രം പഴങ്ങളോ പാലോ കഴിച്ച് വ്രതം നോക്കുന്നവരും ഉണ്ട്. ആരോഗ്യം അനുവദിക്കാത്തവർക്ക് ഒരു നേരം പൂജിച്ച നിവേദ്യച്ചോറായാലും കഴിക്കാം. സാധിക്കുമെങ്കിൽ ഈ ദിവസം അടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്താൻ ശ്രമിക്കുക. പാൽപ്പായസം, പഞ്ചാമൃതം അല്ലെങ്കിൽ ഭസ്മം എന്നിവ വഴിപാടായി നൽകുന്നത് വളരെ നല്ലതാണ്. ഷഷ്ഠി ദിവസത്തെ വ്രതത്തിനു ശേഷം പിറ്റേന്ന് രാവിലെ, അതായത് സപ്തമി തിഥിയിൽ രാവിലെ കുളിച്ച് ക്ഷേത്രത്തിലെ തീർത്ഥമോ തുളസി വെള്ളമോ കുടിച്ച് വ്രതം അവസാനിപ്പിക്കാം. വ്രത ദിവസം ദേഷ്യപ്പെടാനോ മറ്റുള്ളവരെക്കുറിച്ച് ചീത്ത പറയാനോ പാടില്ല. മനസ്സ് പൂർണ്ണമായും ഈശ്വരചിന്തയിൽ ആയിരിക്കണം. വളരെ ലളിതമായി എന്നാൽ ഭക്തിയോടെ നമുക്ക് അനുഷ്ഠിക്കാൻ കഴിയുന്ന ഒന്നാണ് ഷഷ്ഠിവ്രതം. വരും ദിവസങ്ങളിൽ വരുന്ന ഷഷ്ഠിവ്രതം നിങ്ങളും ഇതേ രീതിയിൽ തന്നെ നോക്കാൻ ശ്രമിക്കുക. ഈ മാസത്തെ ഷഷ്ഠിവ്രതം വരുന്നത് മെയ് മാസം 21-ാം തീയതിയാണ്. 2026 മെയ് 21-നാണ് ഇടവ മാസത്തിലെ ഷഷ്ഠിവ്രതം വരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ചെയ്യുമല്ലോ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.